I'm starting to feel away. No, we were no strings attached. Maybe we could take that back, make it what it isn't. I wanna be with you. We just get along so well. Want you, baby, to my side. You know we get together, but we pass it up. I think I will. Hello, it's me Hildan. Welcome back to my YouTube channel. So, ഇന്ന് നമുക്കൊരു വീക്കെൻഡ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് മെയ് 3 ആണ് കേട്ടോ. മെയ് 3 ആണ്. സോ ഇതിൻ്റെ മുന്നേ ഞാൻ വീക്കെൻഡ് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ വീക്കെൻഡ് വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് ഇന്ന് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. പിന്നെ ഞാൻ വെച്ചൊന്ന് ഡാൻസ് ക്ലാസ് പോകുന്ന കാര്യങ്ങളും അതൊക്കെ എടുക്കാം. ഓൾസോ നാളെ എനിക്കൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു പെർഫോമൻസ് ഡേൻ്റെ ഒരു വ്ളോഗ് എടുത്തിട്ടില്ല. ഒന്നാമത്തെ റീസൺ എനിക്ക് ഇതുവരെ ഒറ്റ പെർഫോമൻസ് ഇവിടെ വന്നിട്ടുണ്ടായിട്ടുള്ളൂ. അത് നമ്മളെ ഡാൻസ് സ്കൂളിൻ്റെ ഒരു ടേം എൻഡ് പോലത്തെ ആയിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് ടൈം പ്രോപ്പർ കുച്ചിപ്പുടി കോസ്റ്റ്യൂമിൽ കളിക്കാൻ പോകുന്ന ഡാൻസാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം അങ്ങനെ ഒരുപാട് ഇങ്ങോട്ട് സൂപ്പറായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഇന്നും നാളെയും കൂടെ ക്ലബ് ചെയ്തിട്ട് നമുക്കൊരു വ്ളോഗ് ഉണ്ടാക്കാം. ഞാൻ വേഗം എൻ്റെ സ്കിൻ കെയർ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ ഡോക്ടർ തന്നതാണ്. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ലിപ് ബാമും ഈ ഒരു മോയ്സ്ചറൈസറും ഈ ഒരു സൺസ്ക്രീനും മാത്രമാണ് അല്ലാണ്ട് യൂസ് ചെയ്തത്. ഇത് അഗെയിൻ ഡോക്ടർ തന്ന തന്നെയാണ്. പക്ഷേ ഇത് ആമസോണിൽ അല്ലാണ്ടും അവൈലബിൾ ആണ്. സോ പ്രൊഡക്ട്സ് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. മെയ് 6 വരെ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. ബാക്കിയും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും താഴെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നാളേക്കുള്ള പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ ഡാൻസിന് പോയി വരുവാണെങ്കിൽ ഒരു 4:30-5 മണിക്കാവും. അത് കഴിഞ്ഞ് വന്നാൽ ഭയങ്കര ടയർഡായിരിക്കും. അപ്പം നാളേക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇന്ന് തന്നെ പാക്ക് ചെയ്ത് വെക്കാം. ഓൾമോസ്റ്റ് എല്ലാം പാക്ഡ് ആണ്. ഒന്നും കൂടി ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്തിട്ട് ചെയ്യാനുള്ളതുള്ളൂ. സോ ഇത് ഇതിലാണ് കേട്ടോ ഞാൻ നാളെ കൊണ്ടുപോകാനുള്ള മേക്കപ്പ് സാധനം വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തടസ്സം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതേ കണ്ടാവും പല്ലിൽ മറ്റേ ഒരു 1 ലൈൻ കമ്പി ഇല്ലേ, അതുണ്ട്. അതുകൊണ്ടാണ്. സോ ഇതിലെ ഞാൻ അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഇന്നലെ ഓർമ്മ വന്നതാണ്. അപ്പോൾ ഇതും കൂടെ വെക്കാനുണ്ട്. ബാക്കി എല്ലാം ഇതിനകത്ത് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് കേട്ടോ എൻ്റെ ബ്രഷ്. ഇത് പാക്കിൻ്റെ ബ്രഷാണ്. പാക്ക് എക്സ് ജൊവീറ്റ ആ ഒരു കൊലാബ് ബ്രഷാണ് കേട്ടോ. ഇത് 8 ഉണ്ട്. അതിന് കൂടെ ഇതെൻ്റെ കയ്യിൽ പണ്ടേ ഉള്ള ഒരു ബ്രഷാണ്. ഇത് നമുക്ക് ഐ ഷാഡോ ഒക്കെ ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്. സോ ഇതുകൊണ്ട് പിന്നെ ഒരു മേക്കപ്പ് സ്പഞ്ച് അല്ലെങ്കിൽ മേക്കപ്പ് ട്രയാങ്കിൾ പഫ് അങ്ങനെ എന്തല്ലേ പറയാം, അതുകൊണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾമോസ്റ്റ് മേക്കപ്പ് സാധനങ്ങളൊക്കെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ദേവികേൻ്റെ കുച്ചിപ്പുടി കോസ്റ്റ്യൂമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. വേഗം ഒരു സ്മൂത്തി അടിക്കാം. 7:40 കേട്ടോ. എനിക്ക് 10:30-11 മണിക്കാകുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ മതി. ഒരുപാട് നേരത്തെ ഒന്നും ഇറങ്ങണ്ട. നല്ല മധുരമുണ്ട് കേട്ടോ. പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നല്ല മധുരമുണ്ട്. സമയം 10:15 11:15 എൻ്റെ ബസ്. അപ്പോൾ ഞാൻ എല്ലാം റെഡി ആവാമെന്ന് വിചാരിച്ചു. അമ്മേൻ്റെ ചുരിദാറാണ് ഇടുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാര്യങ്ങളല്ലാത്തൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ നമ്മൾ വീഡിയോ ഡാൻസ് റിലേറ്റഡ് ആയതുകൊണ്ട് അത് ഇതിൽ കാണിച്ചില്ല എന്നുള്ളൂ. ഓൾസോ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് മെഗ്ഡിന്ന്. അപ്പോൾ അതും ഒരു 10-15 മിനിറ്റിലെത്തും. നമുക്ക് വേഗം ഡ്രസ്സ് മാറാം. സ്കിൻ കെയർ ഒക്കെ നേരത്തെ ചെയ്തുകൊണ്ട് അങ്ങനെ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. ഇത് പ്രോഷ് ബ്യൂട്ടീൻ്റെ ബ്ലഷാണ് കേട്ടോ. അപ്പം ഈ ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓൾസോ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് വേണമെങ്കിൽ ഞാൻ താഴെ എന്തായാലും ലിങ്ക് ചെയ്യാം. ഇത് ഭയങ്കര ഒരു വളരെ നാച്ചുറൽ ടിൻറ്റ് തോന്നിക്കുന്ന ഒരു ബ്ലഷാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ മുന്നത്തെ പ്രാവശ്യം എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വിളിച്ചതാണ്. പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ് ഫേ ബ്യൂട്ടീൻ്റെ ഒരു ബ്ലഷ് ഉണ്ട്. അതും ഭയങ്കര നല്ല. ഇത് ആക്ച്വലി ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഒരു ടിൻറ്റ് കിട്ടും. കണ്ടോ അപ്പോൾ ആ ഒരു ടിൻറ്റ് അവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ ഡാൻസ് ക്ലാസ് പോകുമ്പോൾ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, ഐബ്രോസ് ചെയ്യും. അതാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വേഗം കണ്ണെഴുതട്ടെ. ഞാൻ മുടി കെട്ടിയായിരുന്നു. അപ്പോഴാണ്
ഫുഡ് വർക്കാരെ വിളിച്ചത് താഴെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി നോക്കട്ടെ. സോ അതെ നമ്മളെ ബർഗർ എത്തിയിട്ടുണ്ട്. മെഗ്ഡിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. യൂഷ്വലി ഞാൻ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു ലോക്കൽ ചെയിൻ ഉണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്യാറ്. പക്ഷേ അത് 10:30 ആവും തുറക്കാൻ. ഇപ്പം 10:30 ആവുന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇത് കഴിച്ച് നോക്കാം. ഇന്ന് അത്ര വെയിലില്ല കേട്ടോ, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ വേറെ ജാക്കറ്റ് ഒന്നും എടുത്തില്ല, ജസ്റ്റ് ഈ ഒരു സാധനം മാത്രം ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 5 മിനിറ്റ്സിൽ നമുക്ക് ബസ് കിട്ടും. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ പോണത്. എൻ്റെ കൂടെ എല്ലാ ദിവസവും എല്ലാ സാറ്റർഡേയും അശ്വതിച്ചുണ്ടാവാറുണ്ടെന്ന് ചേച്ചി ഇല്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് പറഞ്ഞു ഉണ്ടെന്ന്. ഇന്ന് ചേച്ചിനോട് ചേച്ചിൻ്റെ മോനും ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് 2 ബസ് മാറി കയറിയിട്ട് വേണം സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട്. ലുൺ സെൻറ്ററിലേക്ക് ഒരു ബസ്, അവിടുന്ന് നെക്സ്റ്റ് ബസ്. ഇന്ന് ബസ് കയറിയപ്പോഴത്തേ ഏത് ചേച്ചിയുണ്ട്. സാറ്റർഡേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ബസ് മിസ്സായാൽ പിന്നെ അടുത്ത ബസ് ചിലപ്പം ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും. ഇവിടെ എത്തിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് നാളത്തെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് മന്തിലേക്കുള്ള ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഡാൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ ഡാൻസ് ചെയ്യുന്ന ഹാളിൽ വെച്ചിട്ടാണ് വന്നത്. ഇനി എന്ന് കിട്ടുമെന്ന് അറിയില്ല, ചിലപ്പോൾ അത് കിട്ടുന്നുണ്ടാവില്ല. ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കണം. പിന്നെ ഒന്നും കൂടെ ഒന്നല്ല, കുറച്ച് പ്രാവശ്യം കൂടെ ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ ഈ പരിപാടി. ഓൾറെഡി ഫുഡ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കാനുള്ള പണി ഉണ്ടായില്ല. ജസ്റ്റ് അതൊന്ന് മൈക്രോവേവ് ചെയ്ത് എടുത്താൽ മതിയായിരുന്നു. നാളെ നമ്മൾ കളിക്കുന്നത് വളരെ ഒരു ഷോർട്ട് പീരീഡിൽ പഠിച്ചിട്ടുള്ള ഒരു ഡാൻസാണ്. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കി. എനിക്ക് അതിനുള്ള സ്റ്റാമിനുള്ളൂ. പുറത്ത് മഴ ഉണ്ട് കേട്ടോ. ആൻഡ് ഇരുട്ടായിട്ടില്ല, അതാ ബ്ലൂ ലൈറ്റ് അറിയുന്നതാ. പുറത്ത് അത്യാവശ്യം വെളിച്ചമുണ്ട്. ഇപ്പോൾ ഒരു 9 മണിക്ക് ആവുന്നുണ്ട് ഇരുട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തേക്കാം. ത്രെഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് റേസർ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. എന്നിട്ട് വേഗം പോയി കുളിച്ചിട്ട് കിടക്കാം. ഇന്ന് എനിക്ക് ഇനി സ്റ്റാമിന ഇല്ല, തീർന്നു. ഞാൻ അതേ കുളിയൊക്കെ കഴിഞ്ഞു. ഒരു ഫുൾ ഫേസ് സ്കിൻ കെയറും ചെയ്തു. നല്ല തിക്കായിട്ടുള്ള ലെയറിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നാളെ എന്തായാലും ഹെവി മേക്കപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പം സ്കിന്ന് നന്നായിട്ട് ഇരുന്നോട്ടെ കരുതിയിട്ട് അത്യാവശ്യം കുറച്ച് കട്ടിയിലേന് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കിടക്കാൻ പോവാണ്. കിടക്കില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ കിടക്കുള്ളൂ. പക്ഷെ എന്തായാലും നമുക്ക് നാളെ കാണാം. ഗുഡ് മോർണിംഗ്. സൺഡേ ആയി. ഇന്നാണ് നമ്മൾ ഡാൻസ് പെർഫോമൻസ്. പുറത്തേക്ക് നോക്കിയപ്പോൾ മഴയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടലുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ഇരുന്ന് ഡാൻസ് തന്നെ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കണത്. ജസ്റ്റ് ആ പാട്ട് തന്നെ ഒന്ന് ഇങ്ങനെ കേട്ടോണ്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കണത്. ഞാൻ റെഡി ആയിട്ടോ. ഞാൻ ഉള്ളിൽ ബ്ലൗസ് ഇട്ടിട്ട് പുറത്തൊരു ജാക്കറ്റ് ഇട്ടാണ്. പുറത്ത് മഴയുണ്ട്. പിന്നെ ഇത് ചേച്ചി ഇപ്പോൾ എത്തും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു ഇച്ചിരി നമ്മൾ ലേറ്റ് ആയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. 8:50 നമ്മളൊരു 9 മണിയാകുമ്പോഴത്തേക്ക് രാധികേശിൻ്റെ അവിടേക്ക് പോയിട്ട് അവിടുന്ന് റെഡി ആവാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ കുറച്ചൊരു 9:30 ആവുമായിരിക്കും. ബട്ട് കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ചാൽ മഴയുണ്ട് പുറത്ത്, അറിയില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നീ ചേച്ചി എത്തും. നമുക്ക് വേഗം ഇറങ്ങാം. ഞാൻ ഫുൾ ബാഗൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ചെറിയ ചാറ്റലാണ് കേട്ടോ. വലിയ മഴയില്ല. രാവിലെ കുറച്ചുകൂടെ മഴ കാണിച്ചിരുന്നു. 40% മഴ എന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല വെതറായിരുന്നു, നല്ല വെയിലൊക്കെ ആയിരുന്നു. ഒന്ന് മഴ പെയ്ത് തണുക്കാൻ വേണ്ടിയിട്ടേക്കും കുറച്ച് ദിവസം. ഇപ്പം ഇനി മഴ ഉണ്ട്. ഞാനിങ്ങനെ നടക്കുമ്പം ബാഗിന് ചിലങ്ക കഴിഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് കാർ പാർക്കിങ്ങിലേക്കാണ് പോകേണ്ടത്. ഞാൻ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോഴത്തേക്ക് ഇതേ നീതു ചേച്ചി എത്തിയിട്ടുണ്ട്. എൻ്റെ ഡൽഫീൻ്റെ പാർക്കിംഗ് റൂട്ടിൽ തന്നെ വന്നിട്ട് എന്നെ പിക്ക് ചെയ്തു കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഇനി ആതിരേനെ പോയിട്ട് പിക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ നമ്മൾ രാധികേശിന് അങ്ങോട്ട് പോകും. ഇതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ കാറുള്ളതുകൊണ്ടും പിന്നെ രാധികേശിൻ്റെ വീട്ടിൽ നിന്നാണ് നമുക്ക് പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കുറച്ചും കൂടി ഈസി. അങ്ങനെ നമുക്ക് ആതിരേനെ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് രാധികേശിൻ്റെ വീട്ടിലെത്തും. സോ ഗൈസ്, നമ്മളങ്ങനെ രാധികേശിൻ്റെ വീട്ടിലെത്തി. നമ്മളെത്തി
പിന്നെ വീടെത്തി അപ്പം തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാനിരുന്നു. ഓൾറെഡി നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. പിന്നെ അവിടെ കത്തി വെച്ച് നിൽക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. രാധികേച്ചി അവിടെ നിന്ന് റെഡി ആവുകയാണ്, നമ്മൾ അവിടെ നിന്ന് റെഡി ആവുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത്. രാധികേച്ചി കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പം സ്റ്റേജ് പെർഫോമൻസ് വന്നുകൊണ്ട് ചേച്ചിക്ക് അറിയാം മേക്കപ്പ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും ഒക്കെ. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് പ്രോപ്പർ ഫുൾ കുച്ചിപ്പുടി കോസ്റ്റ്യൂമിൽ പെർഫോം ചെയ്യുന്നത്. ഞങ്ങൾ 3 പേരും, ഞാനും ആതിരയും നീതു ചേച്ചിയും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് മുടി കെട്ടുന്നതും ഒക്കെ കുറച്ച് ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്തു. ഹാഫ് മേക്കപ്പ് ഡൺ, അല്ല മേക്കപ്പ് ഫുൾ ഡൺ, കുറച്ച് മുടി ഡൺ. ഞാൻ എൻ്റെ മേക്കപ്പ് അതേ പകുതിയാക്കിയപ്പോഴത്തേക്ക് രാധികേച്ചി ഇവിടെ ആതിരേൻ്റെ മുടി കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി നമ്മളെ മുടി കെട്ടി തന്നു. നീതു ചേച്ചിൻ്റെ മുടി കെട്ടി. പിന്നെ ഞാൻ കുറച്ച് BTS ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനും എല്ലാം വേണ്ടിയിട്ട്. പിന്നെ പകുതി കോസ്റ്റ്യൂമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം വൈകുന്നേരം ആയിരിക്കും, ഉച്ചയ്ക്കാണ് പ്രോഗ്രാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെ അവിടെ പോയിട്ട് ബാത്റൂമിൽ എങ്ങനെ പോകണമെങ്കിൽ പിന്നെ അപ്പാട് ഊരണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരും പകുതി കോസ്റ്റ്യൂമേ ഉള്ളൂ, ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മളെല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങി. ഇപ്പം സമയം 1 മണിയാവാനായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആണ്, പക്ഷെ എന്നാലും നമ്മൾ ഇറങ്ങി. നമ്മുടെ കാണാനൊക്കെ നമ്മളെ പോലെ ഇല്ലെങ്കിലും നമ്മളൊക്കെ തന്നെ ഡാഡി ഗിരിച്ച് ഇറങ്ങിയ പോലെ എല്ലാവരും ഇറങ്ങിയത്. 2 മണിക്കാണ് നമ്മൾ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മൾ ആ സമയത്ത് ഇറങ്ങിയത്. പോണ വഴിക്കാണ് പറഞ്ഞത് 4 മണിയാവും ഉള്ളത്. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് അയ്യോന്നായി. അവിടെ എത്തിയിട്ട് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും അവിടെ ഓൾറെഡി ഉണ്ട്. ചിലരൊക്കെ ഹാളിൽ തന്നെയായിരുന്നു മേക്കപ്പ് ചെയ്തത്. ചിലർ അവിടെ സ്റ്റെഫൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രോഗ്രാം നടന്നത്. അവിടെയായിരുന്നു ഈ ഹാള്. അതിനടുത്ത് തന്നെ വീട്ടിലുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് എത്തി നമ്മൾ ഭക്ഷണം കഴിച്ചു. പിന്നെ ബാത്റൂമിലൊക്കെ പോയി. പിന്നെ ബാക്കി നമുക്ക് ഡ്രസ്സിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ടായിരുന്നല്ലോ, അതൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ മെല്ലെ സ്റ്റേജിലേക്ക് പോവാണ്. നമ്മൾ ഡാൻസ് സ്കൂളിൻ്റെ 3 പെർഫോമൻസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഡാൻസ്, പിന്നെ ഞങ്ങളുടെ ഡാൻസ്, അത് കഴിഞ്ഞ് രാധികേച്ചിൻ്റെ ഒരു സോളോ പെർഫോമൻസും. ഈ ഒരു സോളോ പെർഫോമൻസ് ആയിരുന്നു ഹൈലൈറ്റ്. എല്ലാവർക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു രാധികേച്ചിൻ്റെ പെർഫോമൻസ്. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മളെല്ലാം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ജയശേട്ടനാണ് എടുക്കുന്നത്, രാധികേച്ചിൻ്റെ ഹസ്ബൻഡ്. അപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി പോസ്റ്റ് ചെയ്തു, ഗ്രൂപ്പായിട്ട് എടുത്തു, കുറച്ച് സിംഗിൾ എടുത്തു. ഇന്ന് നമുക്ക് വീഡിയോ എടുത്ത് സഹായിച്ചത് മഹേഷ് ആണ് ദിദയുടെ BTS ഫോട്ടോഷൂട്ട്. ഇതാണ് നമ്മളുടെ ഫോട്ടോഗ്രാഫർ. ദിദയാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്നാണ് നമ്മളുടെ ഫോട്ടോഗ്രാഫറിന്റെ കമന്റ്. ഇങ്ങനെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് തകർത്ത് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് എല്ലാവരോടും പെട്ടെന്ന് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് സായി പറഞ്ഞത്. സായി ആണ് കേട്ടോ നമ്മളെ ഗുരു. അപ്പോൾ എന്തുകൊണ്ടാണ് പേര് വിളിക്കുന്നത് വെച്ചാൽ ഇവിടെ എല്ലാവരും പേരാണ് വിളിക്കുക, അതുകൊണ്ടാണ് സായി എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഏറ്റവും ടഫസ്റ്റ് പാർട്ട്. നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ മാറ്റണം, ഹെയറിലുള്ള ആക്സസറീസ് ഒക്കെ മാറ്റണം. തളർന്നിരുന്നു കുറേ നേരമായിട്ട്. ഡാൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ പ്ലമ്മിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താണ് ഞാൻ എൻ്റെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്നത്. നമ്മൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പം മേക്കപ്പ് റിമൂവലിലേക്ക് കടന്നിരിക്കുകയാണ്. പിന്നെ എന്താ റീസൺ എന്ന് അറിയില്ല, രാവിലെ തൊട്ട് എന്നെ വലത്തേ കണ്ണിന്ന് ഇങ്ങനെ കുടുകുടുകുടാന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. എന്തോ ഒരു പ്രൊഡക്റ്റിൻ്റെ അലർജിയാന്ന് തോന്നുന്നു. നമ്മളങ്ങനെ KFCയിൽ എത്തിയിരിക്കണോ? വീട്ടിലെത്തേണ്ട ഞാനായിരുന്നു. അതെ, വീട്ടിലെത്തേണ്ട ഞാനിപ്പോൾ എത്തിയത് KFCയിലാണ്. ഞാൻ നീതു ചേച്ചി എല്ലാവരും കൂടിയാണ് പോയിട്ടുള്ളത്. ചുമ്മാ പോണ വഴിക്ക് വെറുതെ ഇന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. നീതു ചേച്ചിൻ്റെ വകയായിരുന്നു കേട്ടോ ഇന്നത്തെ KFC ഫുഡ് എല്ലാം. അപ്പം ഞാൻ സ്ഥിരം ഓർഡർ ചെയ്യാറുള്ളത് സിംഗർ ബർഗറാണ്. നാട്ടിൽ പോയാൽ തന്തൂരി സിംഗർ ബർഗർ. ഇന്ന് നമ്മൾ പതിവ് തെറ്റിച്ചില്ല, സിംഗർ ബർഗർ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ഹോട്ട് വിങ്സും കൂടെ ഓർഡർ ചെയ്തു. ഇതോ വരുന്നു നമ്മളെ KFC. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അതൊക്കെയാണ് 2 ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങൾ.
ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ഈ ഡാൻസ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, ബിക്കോസ് ഈ നാട്ടിലേക്ക് ട്രാവൽ ചെയ്ത സമയത്താണ് ഇതിൻ്റെ പ്രാക്ടീസ് മോസ്റ്റ്ലി നടന്നത്. പക്ഷേ ആദ്യമാണ് എന്നെ സ്റ്റെപ്സിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഫസ്റ്റ് ടൈം ആ പ്രോപ്പർ ഫുൾ കോസ്റ്റ്യൂമിനും കൂടെ കളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.